വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളിവിടെ സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. ഇന്ന് ഓഗസ്റ്റ് 9 ഫ്രൈഡേ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ പ്രിയപ്പെട്ട എല്ലാവർക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്കും ഇന്നത്തെ പുതിയ വീഡിയോയിലേക്കും എല്ലാവർക്കും സ്വാഗതം. വെൽക്കം ടു അവർ യൂട്യൂബ് ചാനൽ SJ ഫാമിലി ഹാപ്പി കുക്കിംഗ് ആൻഡ് ഫൺ വിത്ത്. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോയിലേക്ക് കിടന്നാലോ? ഞാനിന്ന് വന്നിട്ടുള്ളത് തട്ടുകടകളിലൊക്കെ കിട്ടുന്ന കോയിൻ പൊറോട്ടയും പൊറോട്ടയുടെ കൂടെ നമുക്ക് കിട്ടുന്ന സാലനയുടെ റെസിപ്പിയുമായിട്ടുണ്ട് ഞാനിന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കോയിൻ പൊറോട്ടയുടെ റെസിപ്പി ഞാൻ ഇന്ന് വൈകുന്നേരം നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് കാണുന്നേ, കണ്ടിട്ട് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഇനി നമുക്ക് ആ പൊറോട്ടയുടെ കൂടെ കിട്ടുന്ന സാലന എങ്ങനെ എടുക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഞാനിതാ ഒരു പാൻ ചൂടാക്കിയിട്ട് അതിലേക്ക് 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുത്തിട്ട് അത് ചൂടായി വന്ന് ഞാനത് അതിലേക്ക് ഒരു പീസ് പട്ട, 2 ഗ്രാമ്പ്, ഒരു ബേ ലീഫ്, 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം, 2 പച്ചമുളക്, 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, കുറച്ച് കറിവേപ്പില, ഇതെല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഗ്യാസിൻ്റെ ഫ്ലെയിം മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് നമുക്കതെല്ലാം ഒന്ന് ഒരു 5 മിനിറ്റ് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റിന് പച്ചമണം മാറുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അങ്ങനെ അത് 5 മിനിറ്റ് ശേഷം ഞാനത് അതിലേക്ക് 2 സവോള ഉണ്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. 2 സവോള തൊളിയെല്ലാം കളഞ്ഞ ശേഷം വാഷ് ചെയ്തെടുത്തിട്ട് നല്ലപോലെ നൈസിൽ ഞാനത് കാണിച്ച പോലെ നല്ലപോലെ നൈസിൽ കട്ട് ചെയ്തിട്ടുണ്ടോ ഞാനിവിടെ ചേർത്ത് കൊടുക്കുന്നത്. അങ്ങനെ നമ്മളത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റിൻ്റെ പച്ചമണമെല്ലാം മാറി വന്നിട്ടുണ്ട്. 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സവോള ചേർത്ത് കൊടുക്കാം. അങ്ങനെ സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. 5 മിനിറ്റ് നമുക്ക് നല്ലപോലെ നമുക്ക് ഈ സവോളയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് 5 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മുടെ സവോളയുടെ കളറെല്ലാം ഒന്ന് മാറി ഗോൾഡൻ ബ്രൗൺ ആയി വരട്ടെ. അതുവരെ നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. അങ്ങനെ അത് 5 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ നല്ലപോലെ വഴറ്റിയെടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ സവോളയുടെ കളറെല്ലാം മാറിയിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് 2 നന്നായി പഴുത്ത് 2 തക്കാളി ചേർത്ത് കൊടുക്കാം. ഞാനിത് തക്കാളി നല്ലപോലെ നൈസിൽ കട്ട് ചെയ്തിട്ടാണ് കേട്ടോ ഇവിടെ ചേർത്ത് കൊടുക്കുന്നത്. നന്നായി പഴുത്ത് 2 തക്കാളി നല്ലപോലെ നൈസിൽ കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. അങ്ങനെ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്ത ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഒരു 5 മിനിറ്റ് നമുക്ക് നല്ലപോലെ നമ്മൾ ആ തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. അതിനുശേഷം ഞാനത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 2 ടീസ്പൂൺ മുളക് പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ഉപ്പാണ് കേട്ടോ ചേർത്ത് കൊടുത്തത്. അങ്ങനെ ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഉപ്പും മസാലപ്പൊടികളെല്ലാം ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നമ്മുടെ തക്കാളിയിലും ഉള്ളിയിലുമെല്ലാം നമ്മുടെ ഈ മസാലപ്പൊടിയും ഉപ്പുമെല്ലാം നല്ലപോലെ ഒന്ന് പിടിച്ച് കിട്ടുന്നവരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. ഒരു 5 മിനിറ്റ് നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ മസാലപ്പൊടികളെല്ലാം അതിൽ പിടിച്ചു കൂട്ടും കേട്ടോ. ഇനി നമുക്കതിലേക്ക് 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിവിടെ ആദ്യം ഒരു 1/4 കപ്പ് ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ബാക്കിയുള്ള വെള്ളവും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനത്തെ 2 കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് കഴിഞ്ഞാൽ നമുക്കതൊന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് ഉടഞ്ഞു വരുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമുക്ക് അതിലേക്ക് വേണ്ട ഒന്ന് അരപ്പൊന്ന് റെഡിയാക്കി എടുത്തിട്ട് വരാം കേട്ടോ. ഞാനിതാ ഒരു മിക്സി ജാറിലേക്ക് 1/2 കപ്പ് തേങ്ങ ചെറുകിയത് 1/2 കപ്പ്, ഒരു പീസ് പട്ട, 2 ഏലക്ക, 2 ഗ്രാമ്പ്, 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1 ടീസ്പൂൺ പെരിഞ്ജീരകം, 6 കാഷ്യൂനട്ട്, 1 ടീസ്പൂൺ കസ്കസ്, 1/4 കപ്പ് വെള്ളം എല്ലാം കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സി ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുത്തിട്ട് വരാം കേട്ടോ. ഞാനിത് പറഞ്ഞ പോലെ നമ്മുടെ സ്പൈസസ് എല്ലാം നമ്മുടെ തേങ്ങയുടെ കൂടെ ഇട്ട് കൊടുത്തിട്ട് 1/4 കപ്പ് വെള്ളവും കൂടെ ഒഴിച്ചിട്ട് നല്ല പേസ്റ്റ് രൂപത്തിൽ ഞാനത് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ.
നമ്മളിതാ നല്ലപോലെ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഇതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ വേവിക്കാൻ വെച്ചിരുന്ന് നമ്മുടെ ഇത് എന്തായി നമുക്ക് തുറന്ന് നോക്കാം. നമ്മുടെ തക്കാളി ഇത് നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. 10 മിനിറ്റ് ശേഷം നമ്മൾ തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ തക്കാളിയെല്ലാം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. നന്നായി കുക്കായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പ് അതിലേക്ക് ചേർത്ത് കൊടുക്കാം. അങ്ങനെ അതാ നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. നമ്മളത് നല്ലപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനത് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കറിക്ക് നമ്മുടെ ഈ പൊറോട്ടയുടെ സാലിലേക്ക് നല്ലൊരു റെഡ് കളർ കിട്ടാൻ കേട്ടോ ഞാനിവിടെ കാശ്മീരി മുളക് പൊടി 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനിയിപ്പോൾ അത് കയ്യിലില്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാനത് വെറുതെ ഒന്ന് കളർ കിട്ടാൻ വേണ്ടി മാത്രമാണ് ഞാനിവിടെ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇനി കാശ്മീരി മുളക് പൊടി ഇല്ലാന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ നമ്മളിതാ അരപ്പും കൂടെ ചേർത്ത് കൊടുത്ത് കഴിഞ്ഞിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം ഞാനിതാ അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് ഒന്നുകൂടി നമുക്ക് നല്ലപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം കേട്ടോ. നമ്മുടെ അരപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ല പച്ചമുളകൊന്ന് മാറി വരട്ടെ. അതുവരെ നമുക്കൊന്ന് അടച്ച് വെച്ചിട്ട് 10 മിനിറ്റ് നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഞാനിതാ കോയിൻ പൊറോട്ട ഉണ്ടാക്കാനായിട്ട് മാവിത അവിടെ കുഴച്ച് വെച്ചിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ അതാ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മുടെ കറി ഇത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊറോട്ട സാലിന് അത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമുക്കിനി അത് തുറന്ന് നോക്കാം. നല്ല മണം വരുന്നുണ്ട് കേട്ടോ ഈ സമയത്ത് നമ്മുടെ കറി ഉണ്ടാക്കുമ്പോൾ. അങ്ങനെ നമ്മളിതാ കറിയിലെ മുകളിലെല്ലാം നമ്മൾ ചേർത്ത് കൊടുത്ത 3 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ആണ് നമ്മളിവിടെ ചേർത്ത് കൊടുത്തത്. നമ്മുടെ എണ്ണയെല്ലാം എന്താ കറീൻ്റെ മുകളിലേക്ക് നല്ലപോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. അങ്ങനെ നമ്മുടെ എണ്ണ തെളിഞ്ഞ് വന്നാൽ നമ്മുടെ കറി ഇതവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് കേട്ടോ. പൊറോട്ട സാധനം ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കറിവേപ്പിലയല്ല കേട്ടോ, മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ലാസ്റ്റ് ഒന്ന് ഗാർണിഷ് ചെയ്യാനായിട്ട് നമുക്കതിലേക്ക് കുറച്ച് മല്ലിയിലയും കുറച്ച് പുതിനയിലയും കൂടെ ചേർത്ത് കൊടുത്തത് നന്നായിട്ടൊന്ന് ഇളക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനത് ഗ്യാസിൻ്റെ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തട്ടുകടകളിലൊക്കെ പൊറോട്ടയുടെ കൂടെ കിട്ടുന്ന പൊറോട്ട സാധനം അത് അവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഞാൻ കോയിൻ പൊറോട്ടയുടെ റെസിപ്പി ഇന്ന് വൈകുന്നേരം നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കാണണേ. കണ്ടിട്ട് ഈ കോയിൻ പൊറോട്ടയും പൊറോട്ടയുടെ കൂടെ കിട്ടുന്ന ഈ സാധനയും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് എന്താണെങ്കിലും ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് കേട്ടോ. അതേപോലെ തന്നെ ഞങ്ങളുടെ റെസിപ്പികളെല്ലാം ഇഷ്ടപ്പെട്ടത് ഞങ്ങളുടെ വീഡിയോസ് ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. കൂടാതെ ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്ത് ഞങ്ങളെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ടാണ് കേട്ടോ ഞങ്ങളുടെയൊക്കെ സ്ട്രെങ്ത്ത്. ഞങ്ങൾക്ക് മുന്നോട്ട് പോകാനുള്ള സ്ട്രെങ്ത്താണ് കേട്ടോ നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട്. അപ്പോൾ മറക്കാതെ ഞങ്ങളൊന്ന് സപ്പോർട്ട് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കേട്ടോ. അങ്ങനെ നമുക്ക് പൊറോട്ട കഴിക്കാനായിട്ട് ഇനി പൊറോട്ടയും അതിൻ്റെ കൂടെ കിട്ടുന്ന സാലന കഴിക്കാനായിട്ട് തട്ടുകടകളിലൊന്നും പോകേണ്ട ആവശ്യമേ ഇല്ല കേട്ടോ. കുറച്ചൊന്ന് പണിയെടുത്താൽ നമുക്ക് വീട്ടിൽ തന്നെ നമുക്ക് ആവശ്യാനുസരണം പൊറോട്ടയും അതിൻ്റെ കൂടെ കിട്ടുന്ന സാലനയും ഉണ്ടാക്കിയെടുത്തിട്ട് കഴിക്കാനായി പറ്റും കേട്ടോ. അതേപോലെ തന്നെ നമ്മുടെ വീട്ടിലേക്ക് ആരെങ്കിലും ഗസ്റ്റ് വരികയാണെന്നുണ്ടെങ്കിൽ അവർക്കൊക്കെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനും നമ്മുടെ മക്കൾക്കും ഇതേപോലെ കിടക്കൊന്ന് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാനും പറ്റുന്ന ഐറ്റമാണ് ട്രൈ ചെയ്ത് പൊറോട്ടയും അതേപോലെ തന്നെ പൊറോട്ട സാലനയും എല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണേ. ഞാനിന്ന് എൻ്റെ മക്കൾക്ക് സ്കൂളിലേക്ക് ലഞ്ചായിട്ട് കൊടുത്തു വിട്ടത് ഈ കോയിൻ പൊറോട്ടയും അതിൻ്റെ കൂടെ സൈഡ് ഡിഷായിട്ട് കൊടുത്തു വിട്ടത് പൊറോട്ട സാലനയുമാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ പൊറോട്ട സാലനയും കോയിൻ പൊറോട്ടയും ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. എല്ലാവർക്കും ഞങ്ങളുടെ ഇന്നത്തെ കോയിൻ പൊറോട്ടയും പൊറോട്ട സാലനയും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു.
അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ കോയിൻ പൊറോട്ട. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇന്ന് വൈകുന്നേരം നമ്മുടെ യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ, എല്ലാവരും ഒന്ന് കാണണേ കേട്ടോ. അങ്ങനെ ഇതാണ് കേട്ടോ നമ്മുടെ പൊറോട്ടയുടെ കൂടെ കിട്ടുന്ന, തട്ടുകടകളിലൊക്കെ പൊറോട്ടയുടെ കൂടെ കിട്ടുന്ന പൊറോട്ട സാലന. അങ്ങനെ നമ്മുടെ കോയിൻ പൊറോട്ടയും പൊറോട്ട സാലയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഇനി ഞാൻ അടുത്ത വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും വരാട്ടോ. അതുവരെ എല്ലാവരും ഹെൽത്തി ആയിട്ടിരിക്കുക, ഹാപ്പി ആയിട്ടിരിക്കുക. അടുത്ത വീഡിയോ വേണ്ടി ഞാൻ വീണ്ടും വരാട്ടോ. അതുവരെ എല്ലാവർക്കും ടാറ്റ, ബൈ ബൈ. Thanks for watching. Subscribe our channel and support us.